ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിനെ മിനിഞ്ഞാന്ന് രാത്രി കോട്ടയം പെരുന്നയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് SIT പൊക്കി അദ്ദേഹത്തിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ 9:30 മണിക്ക് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഉച്ചവരെ ചോദ്യം ചെയ്ത് ഉച്ചയോടുകൂടി അദ്ദേഹത്തിനെ റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കി. റിമാൻഡ് അപേക്ഷ സഹിതം കോടതി കൊടുത്തു. പോലീസ് കസ്റ്റഡി ചോദിച്ചില്ല. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മുരാരി ബാബുവിനെ വിട്ടു, സബ് ജയിലിലേക്ക് അയച്ചു. പോലീസ് ഒരു 3-4 ദിവസം കഴിഞ്ഞ് മാത്രമേ ഇയാളെ കസ്റ്റഡി ചോദിക്കുള്ളൂ. അപേക്ഷ കൊടുക്കും. അയാളെ പ്രൊഡക്ഷൻ വാറണ്ട് ഉപയോഗിച്ചിട്ട് കോടതിയിൽ അയാളെ വിളിച്ചു വരുത്തണം. അയാളെ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റുടെ പ്രസൻസിൽ കസ്റ്റഡി കാര്യം ചോദിക്കും. അതിനുശേഷം കോടതി കസ്റ്റഡി കൊടുക്കുമെന്ന് കരുതുന്നു. അങ്ങനെ കസ്റ്റഡി കൊടുത്ത ആളെ കൊണ്ടുപോയി അന്വേഷണം നടത്തേണ്ടതുണ്ട്. 2019 നടന്ന ദാരുശില്പങ്ങൾ കൊണ്ടുപോയതും അതിലെ സ്വർണം അഴിച്ചു മാറ്റിയതും അതുപോലെ തന്നെ കട്ടിലപ്പടിയിലെ സ്വർണം അഴിച്ചു മാറ്റിയതൊക്കെ ഇദ്ദേഹത്തിൻ്റെ മകസറിൻ്റെ അടിസ്ഥാനത്തിലും ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ നിർദ്ദേശം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും അംഗീകരിച്ചതുമാണ്. അപ്പോൾ 2019 കാലഘട്ടത്തിൽ ഈ സംഭവം നടക്കുമ്പം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. മുരാരി ബാബുവിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പം നേരത്തെ ഇദ്ദേഹം പല ക്ഷേത്രങ്ങളിലും ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് ഇരുന്നിട്ടുണ്ട്. വൈക്കം ക്ഷേത്രത്തിലെ മുൻ ഡെപ്യൂട്ടി കമ്മീഷണറാണ്. അതുപോലെ ശബരിമല, ഏറ്റുമാനൂർ, ചെങ്ങന്നൂർ എന്നീ സ്ഥലങ്ങളിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. ചങ്ങനാശ്ശേരി, കോട്ടം, വൈക്കം, മുണ്ടക്കൈ എന്നിടത്തെ ക്ഷേത്രങ്ങളിൽ ഇദ്ദേഹം അസിസ്റ്റൻറ്റ് ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു. ശബരിമലയിൽ 1995 ബാച്ചിൽ ദേവസ്വം ഉദ്യോഗസ്ഥനായിട്ട് ജോയിൻ ചെയ്ത വ്യക്തിയാണ് മുരാരി ബാബു. 98 വിജയമല്യ ശബരിമലയിലെ 44.5 കിലോയോളം സ്വർണം കൊണ്ടുവന്ന് പൂശുമ്പം ഇദ്ദേഹം അവിടെ ജോലിക്കാരനാണ്. ഇദ്ദേഹത്തിന് അറിയാം അത് എത്ര കിലോ ആണെന്നറിയാം. അതെങ്ങനെയാണ് പൂശിയത്, എവിടേക്കാണ് പൂശിയതെന്നും കൃത്യമായിട്ടറിയാം. അന്നു മുതൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു മോഹപക്ഷി പറന്നു. സ്വർണം മോഷ്ടിച്ചെടുക്കാനുള്ള ആ ആഗ്രഹം 2025 വരെ ഏകദേശം പൂർണ്ണമായി സ്വർണം അടിച്ചു മാറ്റി. അല്പസ്വല്പം സ്വർണം അവിടെ പൂശിയതൊഴിച്ച് ബാക്കിയെല്ലാം അടിച്ചു മാറ്റി. എങ്ങനെയായാലും 10-20 വർഷം കൊണ്ട് അത് ചെയ്ത് തീർത്തു എന്നാണ് ഞാൻ കരുതുന്നത്. 2019 ശബരിമലയിലെ ഇപ്പോഴത്തെ ദാരുശില്പങ്ങളും കട്ടിലപ്പടിയും കൊണ്ടുപോകുമ്പം ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഇദ്ദേഹമാണ് അതിൻ്റെ മകസർ എഴുതിയത്. ആ മകസറിൽ എഴുതി ഒപ്പിട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 സുഹൃത്തുക്കളാണ്. അത് ചെമ്പാണെന്ന് എഴുതിയത് ഇദ്ദേഹം തന്നെ. അത് മോശവിചാരത്തോടു കൂടി തന്നെ ഇന്ത്യൻ തെളിവ് നിയമം സെക്ഷൻ 8 മോട്ടീവ്, പ്രിപ്പറേഷൻ, കോണ്ടക്റ്റ്, സബ്സിക്വൻ്റ് കോണ്ടക്റ്റ്, ഇതെല്ലാം സെക്ഷൻ 8 എവിഡൻസ് ആക്ടിനകത്തുണ്ട്. അത് കൃത്യമായിട്ട് ഈ കേസിലേക്ക് ഓരോരോ ഒഫൻസായിട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാം. അതുകൊണ്ട് ഇതിനകത്ത് ശിക്ഷ അനുഭവിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ദേവസ്വം ബോർഡിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 2019 അത് അവിടുത്തെ 1995 മുതൽ അവിടെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് പതുക്കെ അവിടുന്ന് പിടിച്ച് കയറി 2019 ആയപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി. 2025 ഇപ്പോഴദ്ദേഹം എക്സിക്യൂട്ടീവ് ഓഫീസർ റാങ്കിലാണ്. അടുത്ത പടി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് ആകുമ്പം മോഷ്ടിക്കാനുള്ളതെല്ലാം മിക്കവാറും ദാരുശില്പങ്ങളിലെയും അതുപോലെ കട്ടിലപ്പടിയിലും മോഷ്ടിച്ച് കഴിയും. പിന്നെ എൻ്റെ സംശയം അയ്യപ്പനെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം അടിച്ചുകൊണ്ട് പോകും. കൊടിമരത്തിലെ സ്ഥിതിവിശേഷം അറിയില്ല. കൊടിമരത്തിലെ സ്വർണ്ണമരവും അടിച്ചുകൊണ്ട് പോകും.
കാരണം ബാക്കിയെല്ലാം ഓൾറെഡി അടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ അവിടെ പൂശിയിരിക്കുന്ന ആ ദാരുശില്പത്തിലും കട്ടിളപ്പടിയിലുള്ള സ്വർണം വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം പൂശിയിട്ടുള്ളൂ. ബാക്കി മുതൽ മോഷണം ചെയ്ത് വർഷങ്ങളോളം സമയമെടുത്ത് പല തന്ത്രത്തിലും അത് മോഷ്ടിച്ചെടുത്തു. ആ കാലാകാലമുള്ള പ്രസിഡന്റും മെമ്പർമാരും കൂടെ ചേർന്ന് അവർ പങ്കുവച്ചു എന്നാണ് കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴത്തെ അദ്ദേഹത്തിനെയും കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ബാംഗ്ലൂർ പോയിരിക്കുന്നത് ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന ആൾ ആണ് സ്വർണം വാങ്ങിച്ചിരിക്കുന്നത്. അത് റിക്കവർ ചെയ്യാനാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കുറേ പേര് ബെല്ലാരിയിലേക്ക് പോയിട്ടുണ്ട്. ബാംഗ്ലൂർ, ബെല്ലാരി, ചെന്നൈ പോയിട്ട് അവർ ഈ സ്വർണങ്ങൾ അടിച്ചു മാറ്റിയ സ്വർണം വിറ്റത് വാങ്ങിയ ആൾ അതിൻ്റെ പണം കൊടുത്തിട്ടുണ്ട്. വിറ്റ ആൾക്ക് പണം കൊടുത്തു എന്നാണ് പറയുന്നത്. ആ പണം എങ്ങനെ വിനിയോഗിച്ചു എന്ന് വരുമ്പോൾ, ആരൊക്കെ അതിൻ്റെ പങ്ക് പറ്റി എന്ന് വരുമ്പോൾ അത് ഏത് മാനം വരെ പോകുമെന്ന് നമുക്കപ്പോൾ അറിയാം. എന്തായാലും റിക്കവറി നടന്നു കഴിഞ്ഞാൽ ഏകദേശം അന്വേഷണം പൂർത്തിയായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബാക്കി സ്വർണം കിട്ടിയില്ലെങ്കിലും ശരി, പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിലെ 27 എവിഡൻസ് ആക്ട് അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ വെളിവായി. അതുകൊണ്ട് ഈ കേസിന് കൂട്ടുനിന്ന ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ്, മെമ്പർമാർ, അവിടുത്തെ സ്റ്റാഫ്, അവരെല്ലാം ദേവസ്വം ബോർഡിൽ ശമ്പളം പറ്റുന്നവരാണ്. ഈ ഒരു മോഷണം നടക്കുന്ന വിവരം അവിടെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ പറയാൻ ബാധ്യസ്ഥരാണ്. അവരാരും പറഞ്ഞില്ല. അവർക്ക് അതിൻ്റെ പങ്ക് ലഭിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ലഭിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. അല്ലെങ്കിൽ അവർ വിളിച്ചു പറഞ്ഞേനെ. അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഏറ്റവും പവിത്രമായ ആ ദൈവത്തിൻ്റെ അവിടെ ചാർത്തിയിരുന്ന സ്വർണം പൂശിയതും അതിൻ്റെ മോൾഡും ഒക്കെ അടിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ തുക കൈപ്പറ്റി എന്ന് പറഞ്ഞാൽ ഇവരെ ആരെയും അവിടുത്തെ സ്റ്റാഫാക്കാൻ ഒക്കില്ല. അവരെ ജയിലിൽ അടയ്ക്കേണ്ടത് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ഓഫീസർ പോലീസിൻ്റെ ആൾ പല കാലങ്ങളിൽ ഇരുന്നവരാരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരതിന് കൂട്ടുനിന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് അവർക്ക് മോചനം ഉണ്ടാവില്ല. കേസിൻ്റെ അവസാന സമയത്ത് നമുക്കറിയാം ആരൊക്കെ ഇതിനകത്ത് പ്രതികളായി വന്നു ചേരുന്നത്. കാരണം ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിട്ട് ഒരു ലേഡി ഉണ്ട്. അവർ ഈ സ്വർണം കൈവശം അവർ അനുമതി കൊടുക്കുകയും ഇത് വിൽക്കാനായിട്ടോ അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാനൊക്കെ അവരുടെ കൂട്ട് നിന്നു. അപ്പോൾ അവരും പ്രതിസ്ഥാനത്തേക്ക് വരും എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ ഒരു കണ്ടെത്തൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത്, ശബരിമല ദാരുശില്പങ്ങളുടെ മോൾഡിന് ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഒരു മോൾഡുണ്ട്. കട്ടിളപ്പടിക്കും ഡ്യൂപ്ലിക്കേറ്റ് ഒരു കട്ടിളപ്പടിയുണ്ട്. എങ്കിലേ ഈ മോഷണം സക്സസ്ഫുള്ളായി നടത്താൻ കഴിയുള്ളൂ. അവിടുന്ന് ദാരുശില്പത്തിൻ്റെ മോൾഡും കട്ടിളപ്പള്ളിയുടെ മോൾഡും വെളിയിലോട്ട് കൊണ്ടുപോകുമ്പം പകരത്തിനൊരു മോൾഡ് വേണം. അല്ലെങ്കിൽ പിടിക്കപ്പെടും, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടും, അല്ലെങ്കിൽ അത് മനസ്സിലാവും. ആരും അറിയാതെ ആ ശബരിമലയിലെ മേൽശാന്തിയോ കീഴ്ശാന്തിയോ അല്ലെങ്കിൽ നടയടച്ച ശേഷം നടത്തുന്ന ഇരുട്ടിലുള്ള ഒരു പരിപാടിയാണിത്. അന്നേരം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ദാരുശില്പങ്ങൾ മോൾഡും ഡ്യൂപ്ലിക്കേറ്റുള്ള കട്ടൽപ്പടിയുടെ മോൾഡും ആവശ്യമാണ്. അത് പോലീസ് കണ്ടെടുക്കണം. SIT അത് അവിടുത്തെ സ്റ്റോർ മുറിയിലുണ്ട്. അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എവിഡൻസ് ആണത്. ഈ മോഷണം നടത്തുമ്പോൾ അതിന് പകരം വെക്കാനുള്ള സാധനം അവിടെ തന്നെ ഉണ്ട്. അത് പോലീസ് SIT കണ്ടെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എങ്കിൽ മാത്രമേ അന്വേഷണം അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് സ്വർണം റിക്കവറി ചെയ്ത് കഴിഞ്ഞാൽ അത് റിക്കവറി എഫക്റ്റായ 27 എവിഡൻസ് ആക്റ്റിൽ വരുന്ന ആ കുറ്റം വെളിവാകുകയും അതോടൊപ്പം തന്നെ ആ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയ സമയത്തുള്ള ചെമ്പിൻ്റെ മോൾഡ്, ആ മോൾഡ് ഉരുകി വേറൊരു രൂപം പ്രാപിച്ചാലും അതും റിക്കവറി ചെയ്യണം. എങ്കിലേ അന്വേഷണം പൂർത്തിയാവുകയുള്ളൂ. ഈ പണം ആരൊക്കെയാണ് വീതം വെച്ചെടുത്തത് ആ കാര്യം കൂടെ പറയണം. കാരണം ബെല്ലാരിയിലെ ഗോവർദ്ധൻ അവിടെ എത്ര ലക്ഷം രൂപയാണ് കൊടുത്തത്, എത്ര പ്രാവശ്യമായിട്ട് കൊടുത്തു, ചെന്നൈയിൽ നിന്ന് എത്ര പ്രാവശ്യമായിട്ട് അവിടുത്തെ സാധനത്തിൻ്റെ പൈസ കിട്ടി, ചെന്നൈയിലുള്ള മിച്ചമുള്ള 109 ഗ്രാം സ്വർണം അവിടെ നിന്നും റിക്കവർ ചെയ്യണം. എങ്കിലാണ് 2019 ദാരുശില്പത്തിൽ നിന്നും കട്ടിളപ്പടിയിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ട് പോയ സ്വർണം ആ സമയത്തുള്ളത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ.